ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി. സോ നമ്മളോട് ഇവിടെ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ആദ്യം നമ്മളോട് ബേസിസ് ഫോർ ദ റേഞ്ച് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ചിൻ്റെ ബേസിസ് കാണാനാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, സോ എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് വേണം? ബേസിസ് ഫോർ റേഞ്ച് ഓഫ് ടി വേണം. ഓക്കെ, സോ ഈ ബേസിസ് ഫോർ റേഞ്ച് ഓഫ് ടി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് തിയറംസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ തിയറംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന തിയറംസ് എന്തൊക്കെയാണ്? ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു ഡിഫൈൻഡ് ബൈ ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി. സോ ഇങ്ങനെ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണ്? റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദെൻ റേഞ്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ കോളം വെക്ടേഴ്സ് ഓഫ് എ. ഓക്കെ, സോ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു സ്പാൻഡ് ബൈ ദ കോളം വെക്ടേഴ്സ് ഓഫ് എ. ഓക്കെ, സോ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ എ മെട്രിക്സിൻ്റെ കോളം വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് ആണ് റേഞ്ച് ഓഫ് ടി. അതായത് ആ കോളം വെക്ടേഴ്സ് എങ്ങനെ വരും? ആ സ്പാൻ ചെയ്യുന്ന കോളം വെക്ടേഴ്സ് എങ്ങനെയാണ്? അതിൻ്റെ സെക്കൻഡ് തിയറമാണ്. എങ്ങനെയാണ് ആ കോളം വെക്ടേഴ്സ് വരിക? ആ കോളം വെക്ടേഴ്സ് നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? ആ സ്പാൻ ചെയ്യുന്ന കോളം വെക്ടേഴ്സ് ആരൊക്കെയാണ്? അവിടുത്തെ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന വെക്ടേഴ്സ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ കോളംസ് ഓഫ് എ കറസ്പോണ്ടിങ് ടു കോളംസ് ഓഫ് ലീഡിങ് വേരിയബിൾ, corresponding to columns of leading variables of its row reduced echelon form constitute a basis for the column space of A. So, columns of A corresponding to columns of leading variables of its row reduced echelon form constitute basis for column vectors. Okay, basis for column space. സോ ആ കോളം വെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, സോ ആ കോളം സ്പേസിനെ സ്പാൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ കോളംസ് ഓഫ് എ കറസ്പോണ്ടിങ് ടു കോളംസ് ഓഫ് ലീഡിങ് വേരിയബിൾസ് ഓഫ് ഇറ്റ്സ് റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോം. സോ നമ്മൾ തന്ന മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് അവസാനം നമുക്ക് ആ മാറ്റുമ്പം നമുക്ക് ലീഡിങ് വേരിയബിൾസ് ഉള്ള കോളംസ്, അതായത് നമ്മൾ 1 വരുന്ന കോളംസ്, 1 കിട്ടുന്ന കോളംസിലെ വേരിയബിൾസ് ഉള്ള ആ വേരിയബിൾസ് ആണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിലെ ആ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടുത്തെ ബേസിസ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മുടെ കോളം സ്പേസിനെ സ്പാൻ ചെയ്യുന്നത് അവരാണ്. ഓക്കെ, സോ നമുക്ക് ഈ തന്നിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. സോ നമുക്ക് ബേസിസ് ഫോർ റേഞ്ച് ഓഫ് ടി കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്താണ് ഗിവൺ? എ ഇസ് ഈക്വൽ ടു 1 - 1 2 0 1 2. ഓക്കെ, സോ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു ചേഞ്ച് എ ഇൻറ്റു റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോം. സോ നമുക്ക് എനെ എന്താക്കണം? റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എനെ റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ ഫസ്റ്റ് ഈ വെക്റ്ററിലെ അല്ലെങ്കിൽ ഈ മെട്രിക്സിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കണം, ബാക്കി ആ കോളത്തിലെ എല്ലാ എലമെൻസിനെയും 0 ആക്കണം. സോ ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 തന്നെയാണ്. സോ ആ 1നെ നമ്മൾ 1 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചേഞ്ച് ഇല്ല. പിന്നെ അവിടുത്തെ ബാക്കി എലമെൻറ്റ്സ് 0 ആയിട്ടുണ്ട്. സോ ഇത് എന്താണ്? ഇത് ഓൾറെഡി ഫസ്റ്റ് കോളം കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. പിന്നെ അവിടുന്ന് താഴേക്ക് അവിടെ വേറെ എലമെൻറ്റ്സ് ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? A is already in row reduced echelon form. Okay, so A is already in row reduced echelon form.
സോ എ ഓൾറെഡി എന്താണ് റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിൽ അല്ലാത്ത മെട്രിക്സ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട് അവിടുത്തെ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന കോളംസ് നോക്കുക. എന്നിട്ട് ആ കോളംസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഗിവൺ മെട്രിക്സിലെ കോളംസ് എടുക്കുക. ഓക്കെ, സോ A is already in row reduced echelon form. So ഇവിടുത്തെ ലീഡിങ് വേരിയബിൾസ് ആരൊക്കെയാണ്? സോ ലീഡിങ് വേരിയബിൾസ്, ലീഡിങ് കോളംസ്, ഇവിടുത്തെ ലീഡിങ് കോളംസ് എന്തൊക്കെയാണ്? ഹിയർ ആർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ്. ഓക്കെ, സോ ഇവിടുത്തെ ലീഡിങ് കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ് ആണ്. സോ കറസ്പോണ്ടിങ് കോളംസ് ഓഫ് എ ആണ് നമ്മുടെ റേഞ്ച് ഓഫ് ടിയുടെ എന്താവുക, റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് ആയിട്ട് മാറുക. ഓക്കെ, സോ ഈ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന എയുടെ കറസ്പോണ്ടിങ് കോളംസ് ആണ് നമ്മുടെ റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് ആയിട്ട് മാറുക. അതാണ് നമ്മുടെ തിയറം പറയുന്നത്. റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് എന്ന് പറയുമ്പോൾ അത് റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലെ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന കറസ്പോണ്ടിങ് നമ്മുടെ എ മെട്രിക്സിലെ കോളംസ് ആണ്. ഓക്കെ, സോ ഹെൻസ് കറസ്പോണ്ടിങ് കോളംസ് ഓഫ് എ becomes basis for range of t. Okay, so corresponding columns of A becomes basis for the range of t. So A യുടെ corresponding columns ആണ് നമ്മുടെ range of t യുടെ basis ആയിട്ട് മാറുക. That is range of t എന്ത് വരും? range of t is equal to set 1 0 -1 1. സോ ഇതാണ് നമ്മുടെ റേഞ്ച് ഓഫ് ടി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓൾറെഡി റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലുള്ള മെട്രിക്സ് അല്ല നിങ്ങൾക്ക് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് ആക്കി മാറ്റുക. എന്നിട്ട് 1 വരുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റ് 2 വെക്ടേഴ്സിലുമാണ് 1 ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് 2 വെക്ടേഴ്സും എടുത്തത്. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അല്ലാത്ത വെക്ടർ ആണെങ്കിൽ 1 വരുന്ന വെക്ടേഴ്സ്. ഓക്കെ, സോ ഏതൊക്കെ കോളത്തിലെ വെക്ടേഴ്സിനെയാണോ നമ്മൾ 1 ആക്കിയത് ആ കോളംസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ലീഡിങ് വേരിയബിൾസ് ആയിട്ട്, ലീഡിങ് കോളംസ് ആയിട്ടുള്ളത്. സോ ആ ലീഡിങ് കോളംസ് നമ്മുടെ എ മെട്രിക്സിൽ ആരായിട്ടാണ്, നമ്മുടെ ഒറിജിനൽ മെട്രിക്സിൽ ആ ലീഡിങ് കോളംസ് എന്താണോ അതിനെയാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഓക്കെ, സോ ട്രാൻസ്ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാല്യൂസ് ആണ് കിട്ടിയത്, പക്ഷേ ലീഡിങ് വേരിയബിൾ ആയിട്ടൊരു കോളം കിട്ടി. സോ ആ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന കോളത്തിൻ്റെ ഒറിജിനൽ നമ്മൾ എ മെട്രിക്സിൽ ആ ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന കോളം എടുത്തിട്ട് ആണ് നിങ്ങൾ ബേസിസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ ആ ഒറിജിനൽ മെട്രിക്സിലെ കോളംസ് ആയിട്ടാണ് നമ്മൾ ബേസിസ് എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മളോട് ഇവിടെ ആദ്യം ചോദിച്ചത് എന്താ, ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റേഞ്ച് ഓഫ് ടി. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് കണ്ടുപിടിച്ചു. ആൻഡ് ഫൈൻഡ് ദ റാങ്ക് ഓഫ് ടി. ഓക്കെ, സോ റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്ക്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റാങ്ക് ഓഫ് ടി. റാങ്ക് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ, ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി അല്ലേ? സോ റേഞ്ച് ഓഫ് ടിയുടെ ഡയമെൻഷനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയാം. സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി എന്ന് പറയുമ്പം റേഞ്ച് ഓഫ് ടിയുടെ ബേസിസിൽ 2 വെക്ടേഴ്സാണ്. സോ റേഞ്ച് ഓഫ് ടിയുടെ ബേസിസിൽ 2 വെക്ടേഴ്സ് ഉള്ളതുകൊണ്ട് റാങ്ക് ഓഫ് ടി എന്ന് പറയുമ്പോൾ, അതായത് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, സോ നമ്മളോട് തേർഡ് പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ തേർഡ് പാർട്ടിൽ ഫൈൻഡ് എ ബേസിസ് ഫോർ ദ നൾ സ്പേസ് ഓഫ് ടി. ഓക്കെ, സോ ടിയുടെ നൾ സ്പേസിന് ബേസിസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിലെ നമ്മുടെ ബേസിസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നൾ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു വി ഹാവ് ടു ഫൈൻഡ്, എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് സെറ്റ് ഓഫ് ഓൾ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 0. സോ ഈ വെക്ടേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ബേസിസ് ആണ്. ഓക്കെ, സോ അവിടെ ആ നൾ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ കേർണൽസ് ഇരിക്കുന്ന സെറ്റിനെയാണ് നമ്മൾ നൾ സ്പേസ് എന്ന് പറയുക. ഓക്കെ, സോ സെറ്റ് ഓഫ് ഓൾ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ടി ഓഫ് വി എവിടെ എന്താ, ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി. സോ ഹിയർ ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി ഈക്വൽ ടു 0 ആവുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ ടി ഓഫ് വി എങ്ങനെ വരും, എ വി, ദാറ്റ് ഇസ് വി എന്ന് പറയുമ്പോൾ വി ഈസ് ഈക്വൽ ടു x1 x2 ബിലോങ്സ് ടു
ആർ സ്ക്വയർ എടുത്തൂടെ? സോ എ വി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കണം? 1 - 1 2 0 1 2 ഇൻറ്റു വി മെട്രിക്സ് ദാറ്റ് ഈസ് x1 x2 ഈക്വൽ ടു 0 0. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ രണ്ട് മെട്രിക്സസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് x1 - x2 പ്ലസ് ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ ശരിക്കും ആർ ക്യൂബാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ x1 x2 x3 ബിലോങ്സ് ടു ആർ ക്യൂബ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു x1 x2 x3. ഓക്കെ, സോ നമ്മുടെ ഈ രണ്ട് മെട്രിക്സുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? x1 - x2 പ്ലസ് 2x3 ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു കോളം ചെയ്തു. ഇനി സെക്കൻഡ് റോ ദാറ്റ് ഈസ് x2 പ്ലസ് 2x3 ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് എത്ര അൺനോൺസ് ആണ്? ഇവിടെ നമുക്ക് 3 അൺനോൺസും പിന്നെ ഈ മെട്രിക്സ് ഓൾറെഡി റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലാണ്. സോ ഈ റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലുള്ള ഈ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ്? ഈ മെട്രിക്സിൻ്റെ റാങ്ക് 2 അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. r ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവില്ല. സോ ഇവിടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും. സോ നമ്മൾ n - r ഇസ് ഈക്വൽ ടു 1 വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം? ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കണം. സോ n - r ഈക്വൽ ടു 1 ആണ്. സോ വി ഗിവ് ആർബിട്രറി വാല്യൂ ടു എ വേരിയബിൾ. ഓക്കെ, സോ നമ്മൾ ഒരു വേരിയബിളിന് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കും. ദാറ്റ് ഈസ് നമ്മൾ എന്തിന് ആർബിട്രറി വാല്യൂ കൊടുക്കും? നമ്മൾ ഇവിടെ x3ക്ക് നമ്മൾ ഒരു k എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ x3 ഈക്വൽ ടു k ആണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? x3 ഈക്വൽ ടു k കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് x2 x1 ഒക്കെ കാണാം. ഓക്കെ, സോ x3 ഈക്വൽ ടു k ആവുന്ന സമയത്ത് എന്ത് വരും? x3 ഈക്വൽ ടു k ആവുമ്പോൾ x2 പ്ലസ് 2x3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x2 ഇസ് ഈക്വൽ ടു -2k എന്ന് പറയാം അല്ലേ? സോ x3 ഈക്വൽ ടു k ആവുമ്പോൾ x2 ഇസ് ഈക്വൽ ടു -2k. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ x1 - x2 പ്ലസ് 2x3 x1 - x2 പ്ലസ് 2x3 ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് ഈസ് x1 - 2 x2 എന്ന് പറയുമ്പോൾ -2k. ദാറ്റ് ഈസ് x1 പ്ലസ് 2k പ്ലസ് എന്തുണ്ട്? x3 ദാറ്റ് ഈസ് 2x3 ദാറ്റ് ഈസ് 2k ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് x1 ഇസ് ഈക്വൽ ടു -4k. ഓക്കെ, സോ നമുക്ക് x1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? -4k എന്ന് കിട്ടി. ഓക്കെ, സോ x1ൻ്റെ വാല്യൂ -4k, x2 ഇസ് ഈക്വൽ ടു -2k ആൻഡ് x3 ഈക്വൽ ടു k. സോ നമ്മുടെ x1 x2 x3 എങ്ങനെ വരും? നമ്മുടെ നൾ സ്പേസിലെ വെക്റ്റേഴ്സ് ആരൊക്കെയാണ്? നൾ സ്പേസിലെ വെക്റ്റേഴ്സ് അതായത് 0ലേക്ക് എവിടെ നിന്നാണ് മാപ്പിംഗ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ നൾ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്ന വെക്റ്റേഴ്സ് എന്താണ് വരിക? x1 ദാറ്റ് ഈസ് -4k, x2 ദാറ്റ് ഈസ് -2k ആൻഡ് x3 ദാറ്റ് ഈസ് k. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നൾ സ്പേസിലെ വെക്റ്റേഴ്സ്. ഓക്കെ, സോ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുമ്പം അതെങ്ങനെയാണ്? Null space of T is equal to set of all x1, x2, x3 that is എന്താണ്? set -4k, -2k, k. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് എന്ത് രീതിയിൽ എഴുതാം? ദാറ്റ് ഈസ് k ഇൻറ്റു -4 -2 1 എന്ന് എഴുതാം. ഓക്കെ, സോ ഈ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സ്പാൻ ഓഫ് വെക്റ്റർ -4 -2 1 ആണ്. ഓക്കെ, സോ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ -4 -2 1 എന്ന് പറയുന്ന വെക്റ്റർ സ്പാൻ ചെയ്യുന്ന വെക്റ്റേഴ്സിൻ്റെ സബ്സ്പേസ് ആണ്. ഓക്കെ, സോ നമ്മളോട് നൾ സ്പേസ് ഓഫ് ടി കാണാൻ പറഞ്ഞു. നൾ സ്പേസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് -4 -2 1. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നള്ളിറ്റി ഓഫ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുമ്പോൾ
ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി, അതായത് നമ്മുടെ കേർണൽ ഓഫ് ടിയുടെ ഡയമെൻഷൻ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? കേർണൽ ഓഫ് ടി അല്ലേ. സോ അതായത് നൾ സ്പേസ് എന്ന് പറയുന്നത് തന്നെയാണ് കേർണൽ ഓഫ് ടി. സോ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേർണലിൻ്റെ ഡയമെൻഷൻ, അതായത് നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നള്ളിറ്റി ഓഫ് ടി. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നള്ളിറ്റി ഓഫ് ടി കാണാനാണ്. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ്. നൾ സ്പേസിന് നമുക്ക് ബേസിസിൽ എത്ര വെക്ടേഴ്സാണ് സ്പാൻ ചെയ്യുന്ന? ഒരു വെക്ടറാണ് കിട്ടിയത്. സോ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് 1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, സോ റേഞ്ച് കാണാനുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ലീഡിങ് വേരിയബിൾസ് ഇരിക്കുന്ന വെക്ടറിൻ്റെ ഒറിജിനൽ ഫോം നമ്മൾ എടുക്കും. അതുപോലെ നൾ സ്പേസ് അല്ലെങ്കിൽ കേർണൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തന്ന ട്രാൻസ്ഫോർമേഷനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള വെക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നള്ളിറ്റി എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ്, അതാണ് നള്ളിറ്റി. ഓക്കെ.